എന്താ ജപിച്ചോണ്ടിരിക്കണേ? അപ്പൊ പറയാ, ഞാൻ രാമമന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ചോദിച്ചു ശ്രീപാർവതി ദേവി, എന്താ ഈ രാമമന്ത്രത്തിന് ഇത്രയും മഹത്വം? അപ്പൊ പറയാണ്, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. വിഷ്ണു സഹസ്രനാമകാരൊക്കെ ഇവിടെ ഉണ്ടാവും. അതായത് സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം. ഭഗവാന് ഏറ്റവും ഇഷ്ടമുള്ള മന്ത്ര രാമ എന്നുള്ളത്. എന്തുകൊണ്ടാണ്? ഓർമ്മസൂത്രത്തിലെ ദശാവതാരത്തിൽ പറയുന്നത് എന്താ? 3 അവതാരങ്ങൾ രാമൻ എന്ന പേരോടുകൂടി വിഷ്ണു അവതരിച്ചു. മത്സ്യകൂർമ്മ വരാഹച നരസിംഹച വാമന രാമോ രാമശ്ച രാമ കൃഷ്ണ കൽക്കി ജനാർദ്ദന. ദശാവതാരങ്ങൾ. ഇതിൽ രാമോ രാമശ്ച രാമ, ശ്രീരാമചന്ദ്രൻ, ബലരാമൻ, പിന്നെയോ ഭാർഗവൻ, ആ ഒരു മഴുവും എന്തിയിട്ട് അങ്ങനെ നടക്കുന്ന ഭാർഗവരാമൻ. ഈ 3 അവതാരങ്ങളും രാമമന്ത്രത്തിൽ. ആ രാമമന്ത്രം ജപിക്കുന്നതിൻ്റെ മഹത്വം പറയാ, സഹസ്രനാമത്തിന് തുല്യമാണ് ദേവി. അപ്പൊ ചോദിച്ചു ആരാ? ശ്രീരാമചന്ദ്രൻ. അപ്പൊ എല്ലാതും ഒന്ന് ചുരുക്കി 2 പേജില് രാമായണ കഥ പറഞ്ഞു കൊടുത്തു. അപ്പൊ ശ്രീ പാർവതി ദേവി പറയാ, ഇങ്ങനെയൊന്നും കേട്ടാ പോരാ, ഒന്ന് വിസ്തരിച്ച് പറയൂ. അപ്പോ മഹാദേവൻ പറഞ്ഞു കൊടുക്കുക. അതിദേവനായ മഹാദേവൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് രാമായണ കഥ, വാൽമീകി രാമായണം. എന്തുകൊണ്ട് ഈശ്വരന്മാർ പോലും കഥാശ്രവണം ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മളിത് ചെയ്യണ്ടേ? കാരണം നിങ്ങളിപ്പോ ഒരു 7 മണിക്ക് നമ്മൾ തുടങ്ങിയെന്ന് വിചാരിച്ചോളൂ. ഏത് ഒരു ഭക്തി പ്രഭാഷണ വേദിയിൽ നിങ്ങൾ എത്തിയാലും 2 മണിക്കൂർ പോണത് അറിയില്ല. വന്നിരിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ലൗകികര, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അസുഖങ്ങൾ ഒരു ഭാഗത്തുണ്ടാവും. അതിനപ്പുറം മാനസികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളും അലട്ടലുകളും ഉള്ളവരാ ലൗകികര്. പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടേ ആത്മീയത്തിൽ ഉയരാൻ കഴിയൂ. രാമായണം പറയുന്നുണ്ട്, പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. പ്രാരബ്ധം ഇങ്ങനെ അനുഭവിക്കുക. ആനയുടെ ശരീരം കണ്ടിട്ടുണ്ടോ? വലിയ ശരീര, ശരിക്ക് നടക്കാൻ പോലും വയ്യ അല്ലെ? നമ്മുടെ കൂട്ടത്തിലും ഉണ്ടാവാറുണ്ട്. ഇവിടെ പത്ര ആരും ഇല്ല തോന്നുന്നു. അപ്പോ അവർക്ക് നടക്കാൻ വയ്യ, മുട്ടുവേദനയാണ്, ഇരിക്കാൻ വയ്യ. എങ്കിലും ഒരു ആധ്യാത്മിക പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ സർവം മറന്നിരിക്കാൻ കഴിയും. യം ഭാവം സ്മരൻ. എന്തൊരു ഭാവത്തിലാണോ നിങ്ങൾ ഇരിക്കുന്നത്, നിങ്ങൾ അതായി തന്നെ മാറുന്നു. വീണ മീട്ടിയും കൊണ്ടിരുന്നു, അപ്പുറത്തെ വീണ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ മീട്ടി എന്ന കഥ നമ്മൾ കാണാറുണ്ട്. അപ്പോ ഈ കഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്താ പറയുന്നത്? പണ്ട് ഭൂമിദേവി ബ്രഹ്മാവിനെ സമീപിച്ചു. ഈ ലോകത്ത് ഇപ്പൊ ഭൂമി